Ladies and gentlemen, Malayalis and Whisper 84. Autumn. We are reacting to Autumn. വാച്ച് അലോങ് റിക്വസ്റ്റ് അത് നമുക്ക് സ്ട്രീമിംഗ് സെറ്റപ്പ് ഉണ്ട്, എന്നാലും ഇപ്പോൾ ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിലല്ല കറൻ്റ്ലി. നമുക്ക് ഉടനെ വരുന്നതായിരിക്കും സ്ട്രീമിംഗ് സെറ്റപ്പ്. ചിലപ്പോൾ കുറച്ച് സമയം കൂടെ എടുക്കും, പക്ഷേ ഉണ്ടാവും, അധികം താമസിയാൻ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് വാച്ച് അലോങ് റിക്വസ്റ്റ് ഒക്കെ നോക്കാം. പിന്നെ ഒരു ഇഷ്യൂസ് എന്ന് വെച്ചാൽ കോപ്പി റൈറ്റാണ്. മൂവി റിയാക്ഷൻസിൽ പല സ്ഥലത്തും കോപ്പി റൈറ്റ് വരാം. അത് വാച്ച് അലോങ് ചെയ്താൽ ചിലപ്പോൾ പണി കിട്ടും. പക്ഷേ വേറെ പല സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗെയിമിംഗ് ആണെങ്കിലും വേറെ ട്രെയിലർ റിയാക്ഷൻസ് ഒക്കെ ആണെങ്കിലും കോപ്പിറൈറ്റ് അവോയ്ഡ് ചെയ്ത് വാച്ച് അലോങ് ചെയ്യുന്നതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഡിസ്റ്റോർട്ടൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റും. മൂവിയാണൊരു ഇഷ്യൂ, അത് നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ, എൻ്റെ മൊന്തായ മാത്രം നിങ്ങളെ കാണിക്കേണ്ടാത്തതുകൊണ്ട് ലൈക്ക് നിങ്ങൾക്ക് ബോറടിക്കില്ല ഒരു പോയിൻ്റ് കഴിയുമ്പോൾ. സോ ഞാൻ വേറെ ഫിലിംസിനെ പറ്റി കുറച്ച് പ്രോപ്പറായിട്ട് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ എനിക്കുണ്ട്. അവരെ കൂടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും അവരുടെ റിയാക്ഷൻസ്, റിവ്യൂസ്, തിയറീസ് ഡിസ്കസ് ചെയ്യാനൊരു ഫോറം പോലെ ആക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പം എൻ്റെ മാത്രം പെർസ്പെക്റ്റീവ്സ് അല്ല, ഫിലിമിൽ അധികം നോളജ് ഇല്ലാത്ത ഞാൻ മാത്രം പറയുന്നതിനേക്കാളും കുറച്ച് നോളജുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുക, അവരുടെ റിയാക്ഷൻസ് ഇടുക എന്നതാണ് ആക്ച്വലി എൻ്റെ ഒരു വിഷൻ. അതിനുവേണ്ടി പരിപാടികളൊക്കെ നടക്കുമായിരിക്കും. കാരണം എൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു ഇഷ്യൂ കൂടിയുണ്ട്. ഇപ്പോൾ വേറെ ആൾക്കാരോട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിലും എന്നെക്കാളും ബെറ്റർ ആൾക്കാർ വീഡിയോ ചെയ്യാൻ പറ്റുമായിരിക്കും ചാനലിലോട്ട്. അപ്പോൾ അതിന് വേണ്ടി ഉള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ആട്ടം കാണാം. ആൻഡ് റൈറ്റ്, ധ്യാൻ്റെ വീഡിയോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉണ്ടായിരുന്നത് ജനഗണമന ഞാൻ എവിടെയൊക്കെയോ ഇച്ചിരി ഒരു പാർട്ട് കണ്ടു. എൻ്റെ വീട്ടുകാർ മറ്റേ OTT എടുത്ത് കണ്ടപ്പോൾ ഞാൻ എവിടെയോ ഇച്ചിരി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഓർമ്മയുണ്ട്. അതാണ് എനിക്കൊരു ഡൗട്ട്. ഇനി സിനിമ കാണുമ്പോൾ ബാക്കി ഓർമ്മ വരുമെന്നുള്ള സംശയം. കഷ്ടം എനിക്ക് ആടുത്രിയുടെ ജനറേറ്റ് അത് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ തുടങ്ങാം, ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗോ ടു അട്ടാം. ഓക്കേ, ഹോൾഡ് ഓൺ, ഞാൻ ഇൻട്രോ ഓടിച്ചു വിടട്ടെ. വർക്കിൽ ജേസൺ വളരെ ഹാപ്പിയാണ്, ബട്ട് നിങ്ങൾ കുറച്ച് സ്ലോ ആണെന്ന് അവൻ്റെ ഒരു ഫീലിംഗ്. വർക്കൊക്കെ നല്ലതാവുമ്പോൾ കുറച്ച് സ്ലോ ആവുമല്ലേ മോളെ? തീരും, ഡെഫിനറ്റ്ലി തീരും. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പത്മിനി. പേര് ഞാൻ കേട്ടില്ല, ഒന്നുകൂടി. തീരും, ഡെഫിനറ്റ്ലി തീരും. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പത്മിനി. ഭയങ്കര ഭംഗിയല്ലേ? Yeah, it has to be. Very nice title, Ravi. That is nice. Okay. ഓക്കെയാണ്. അഞ്ജലി. ഇത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ എടുത്തിട്ടുണ്ട്, ഉണങ്ങിയിട്ടില്ല ഇതുവരെ. ഞാൻ പോട്ടെ. നീ ഇവിടെ പോകുന്നു? പൂ ഇതുവരെ വന്നിട്ടില്ല, ഇപ്പൊ പോണം. പൂവും പൂക്കാരൊക്കെ വരും. നീ ഇവിടെ നിൽക്കൊരു കമ്പനി താ. പയ്യനാണ്, ഇച്ചിരി മോശമായി പോയി. ഇതിലും ചെറിയ പ്രായത്തിലുള്ള ബിരുദന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിനക്കത് അറിയാത്തോണ്ടാ. മാറ്റി വെച്ചു. സാറിനോട് സൂചിപ്പിച്ചാണേ അളവ് ഞാൻ മുഴുവൻ വായിച്ചു. വെച്ചാൽ ശരിയാവോ? ഞാൻ നാളെ രാവിലെ വിളിക്കാം. വേണ്ട, നമുക്ക് നാളെ വൈകിട്ടൊക്കെ നേരിട്ട് കാണാം. പോരാ? ശരി, രാവിലെ വിളിക്കാം. ഒരു 5 മിനിറ്റ് നടക്കട്ടാ, അപ്പം ശരിയാവും. ആയമ്മ നമ്മുടെ ഇന്റർവ്യൂ എടുക്കോടാ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അല്ല, എനിക്കും ചിലതൊക്കെ പറയാണ്ട്, അതുകൊണ്ട് She's the only female in this group. എന്നാലും ലേറ്റ് ആയാലും മറന്നില്ലല്ലോ. ഞാൻ എൻ്റെ ഇൻട്രോ വായിച്ചായിരുന്നു. I kind of have an idea what this is going. ഇത് മുഴുവൻ എൻ്റെ. ചേട്ടാ, എന്റെ ഫോൺ ഓഫ് ആയി. അതിൽ 20% ഉള്ളൂ, മാറ്റില്ലേ? ചേട്ടാ, എന്റെ ഫോൺ ഓഫ് ആണ്. താങ്ക് യു. Dude. സീരിയസ് ആണല്ലോ. പെർഫോമൻസിന്റെ ടെൻഷനാണ്. Why is it there's only one lady in this play? This play is like that? സാറേ, എന്തായാലും തുടങ്ങാറേ. ഇല്ല, ആയിട്ടില്ല. ഇത് നടക്കട്ടെ. റെഡി? ഇതെന്താണ് നായകനെ കൂട്ടാതൊരു സെൽഫി? വാ. ഒരു പണി എടുക്കില്ല, കറക്റ്റ് ഫോട്ടോ എടുക്കുക, എത്തുകയും ചെയ്യും. ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നാ. പിന്നെ സാറ് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്ത്? പുള്ളി നല്ല ചൂട്, എന്താ പ്രശ്നം എന്താണ്?
ആ എനിക്കറിയില്ല. ആ നല്ല പ്രശ്നത്തിലാണ് പുള്ളി. കുറെ നാളായിട്ട് സെൽവൻ ചേട്ടനോട് ഒരു ഫോട്ടോ എടുക്കണം ആഗ്രഹിച്ചു. അടുത്തടാ അത് നിനക്ക് ഹൈറ്റ് ഇല്ലാതെ നീ ഇങ്ങോട്ട് പുറകോട്ട് മറിക്കും, ഞാൻ എടുക്കാം. ഇതാ ഇതാ എല്ലാവരും ഇവിടെ നോക്കണേ, ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. ഇതെല്ലാരും കിട്ടുന്നില്ലടാ, ഇന്നത്തെ വൈഡ് ആംഗിൾ ഇല്ലാത്തതുകൊണ്ട്. ഇത് ആരുടെ ഫോണത്? എൻ്റെ. ആ ഇപ്പൊ കൂതറ ഫോണായിട്ടുണ്ട് നിനക്ക് മറിക്കും. എനിക്ക് ഹരിയേട്ടനെ ക്യാരക്ടർ എന്തോ ഒരു കുഴപ്പം തോന്നില്ല. ഇയാൾ ശരിയല്ല. കണ്ട ടേൺ മാറിയത് പ്ലസ്സുകളാണ് നമ്മുടെ ഗ്രൂപ്പിലെ പ്രശ്നം. എല്ലാവരും ചിരിച്ചേ, ചിരി ചിരി ചിരി. വിനയ് ആൻഡ് ഹരി. Only expand on the possibilities and the suggested structures the playwright allows you to. സാർ എന്താ ചെയ്യാൻ? സാറിനെ വിളിച്ചെന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേർ ഇങ്ങനെ തടവൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരു രസമാണ്. എനിക്കൊരു 3 വയസ്സുള്ള കുട്ടിയില്ലേ, എന്ത്? അയ്യോ പെണ്ണിനെ കണ്ടല്ലോ, പൊക്കോ സാറേ ഹരിയേട്ടൻ പറഞ്ഞ സാറിനെ വിളിച്ചു എന്ന്. പോ ചെല്. ഓ അയാള് ഭീഷണിയാണോ? ഇയാള് എന്ത് ഇറങ്ങി വരിക, അല്ല പറയുക, തെണ്ടിത്തരം. വീണ്ടും സ്ട്രെച്ച് ചെയ്യുക, അറ്റത്തേക്ക് പോവുക. ഇങ്ങനെ പതുക്കെ ഇവര് തമ്മിൽ സെറ്റാണോ? ഈ മൂവ്മെന്റ് വന്നു കഴിയുമ്പോൾ ഒരു കിസ്സിങ്ങിന്റെ ഫീൽ ഉണ്ടാവും ഷാഡോ ഇല്ലേ? 40 തവണ കളിച്ചതിൻ്റെ ഒരു സാമിട്ട് കാണിക്കരുത് ജോഡി. 10-40 തവണ. വലിയ മറിയിൽ വേണ്ട. 3 ആഴ്ച കഴിഞ്ഞാൽ ഡൽഹിയിൽ ഒരു പെർഫോമൻസ് ഉള്ള മറക്കരുത്. അപ്പോൾ അത്ര തന്നെ നന്നായിട്ട് ചെയ്യാം, നന്നാവും. സാർ എനിക്കൊരു കാര്യം പ്ലീസ്. വേറൊന്നുമല്ല, ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാധ്യതയുണ്ട്. ഞാൻ വിളിച്ചിരുന്നപ്പോൾ അവർ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഫോറിനേഴ്സ് കോണ്ടാക്ട്സ് ഉണ്ടല്ലോ. വന്നിട്ടുണ്ട്. ഒരു നാടകമാണോ? നാടകമല്ലല്ലോ, വേറെ സംഭവമാണല്ലോ. കപില പോയി മുഖം. സിനിമാറ്റിക് ഷോട്ട്സ് ഒന്നുമില്ല, പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോപ്പർ എന്താ സംഭവം? ആ ഒരു ഒറിജിനൽ ഫീല്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല, സിനിമാറ്റോഗ്രാഫി ഇല്ല, ഒന്നുമില്ല. പ്ലെയിൻ ഒറിജിനൽ. കിട്ടിയോ? ചേട്ടന് ഭയങ്കര ഫാനാ. ഓ താങ്ക് യു സോ മച്ച്. ചേട്ടന് വില്ലൻ വേഷമൊക്കെ വിട്ടിട്ട് ഹീറോ വേഷം ചെയ്യണം. വരുന്നുണ്ട് പ്ലാനിങ് ഉണ്ട്. ഇയാൾ പോപ്പുലർ ആണ്. താങ്ക് യു. കാണാം. I don't like it. I don't like it one bit. ക്രിസ് ട്രിവർ, വൈഫ് എമിലി, ഇവർ നിങ്ങളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വേണ്ടി വന്നിരിക്കുക. പിന്നെ യു ക്യാൻ ടെൽ ദം പ്ലീസ്. I've seen a few plays. I mean, it's such a spectacle. You know, the lights, the music. This man, what a director. Thank you, sir. So, where's the lady of the play? Hi. You know, I think I have a bias to the lady of the play. Of course. Yeah, sure. I think she outdid passing or flying. Oh. എന്ന് പറയുന്നത് നമ്മൾ ആണുങ്ങൾ അത്ര പോരാ, ഓളാണ് കലക്കിയതെന്നാണ്. Anjali has been in this അതല്ലേ പറഞ്ഞേ. very young age. Dinner or should I? Dinner. അതെ, ഇവർക്ക് നമ്മുടെ ഫോട്ടോ വെച്ചിലൊരു കോട്ടേജ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ഗംഭീര ആംബിയൻസാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മളെല്ലാവരെയും കൂടി ഇവർ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുക. നമുക്കൊരു പാട്ട് തരിക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ. Very nice. ഇന്ന് അവിടെ ഫുൾ ഫ്രീയാ, വേറെ ഗസ്റ്റ് ഒന്നുമില്ല. എന്താ? എല്ലാവരും തന്നെ കുറിച്ച് ഗംഭീര അഭിപ്രായമാണ്. താൻ ഉഗ്രനായിരുന്നു. ആക്ച്വലി കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ല ഫീലിംഗ് തോന്നി, എന്തൊക്കെയോ ശരിയായ പോലെ അല്ലേ? ജിതയുടെ ബാഗാ ഇത്, ഞാൻ ഒന്ന് പോയി എത്തിച്ചോട്ടെ? കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. ആ ഓക്കെ. എന്തോ ഞാൻ ഒരു ഊബർ എടുത്ത് അങ്ങ് പോയിക്കോളാം. This is a problem. 7:45 പാതിരാത്രി. ഇതൊക്കെ പലപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ലേ? I know where this is going, man. I don't like it. I don't want to see this. Whisperer 84. You. ആതിരയുടെ വാക്കും കേട്ട് 2 വർഷം സീറ്റോലിയൊക്കെ നീ ആ ശവത്തിന്റെ പേര് ഇവിടെ പറയാതിരിക്കണം. ആ ശവത്തിന്റെ ഫോട്ടോ ഫോണിൽ കൊണ്ട് നടക്കാം. നിനക്ക് Chechi, she will be a caretaker for tonight. Mari Chechi.
And please Maria Chichi. make yourselves at home and really enjoy yourselves. I mean, like, there are a lot of women, We'll be seeing right? you Like, in the പുള്ളിക്കാരുടെ കൂടെ വേറെ ലേഡീസും ഇല്ലേ? Just hurry, make She's sure not the- nobody eats on the bed. Sure. Yeah, മറ്റേ വേറെ ലേഡീസ് ഉണ്ടല്ലോ. And one more thing. What is this? Have fun, guys. Oh, thank you sir. ഡി നിനക്ക് ഈ സ്ഥലമൊന്നും കാണണ്ടേ? എക്കൊണ്ടൊന്നും വയ്യ കുറക്കാൻ വേണം സ്ഥലമൊന്നും കാണണ്ട. ഇവിടെ വലുതാകുമ്പോഴേ ഇവിടെ ഞങ്ങൾ സന്യാസിയായിട്ടും പോവാ ഇല്ലേ? ഞാൻ എന്തായാലും ദിവാനിൽ കിടന്നോളാം. ഉമ്മായും മോളും സ്വസ്ഥമായിട്ട് ഈ ബെഡിൽ കിടന്നാൽ മതി. അവസാനം നിർബന്ധിച്ചപ്പോൾ വന്നല്ലോ. സാറേ എല്ലാവരും നന്നായിട്ട് ഹരിയ റോൾ ചെയ്യുന്ന സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. 14 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കൊരു നായിക വേഷം കിട്ടി. ഇയാള് 2 വർഷം മുമ്പ് ഒന്നിടത്തിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ സംഭവം സിനിമാകാരനൊക്കെ ആയിരിക്കും. പക്ഷെ നാടകത്തിലാവും ഭയങ്കര ജൂനിയർ അല്ല സാറേ. 100-200 കളി അവനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ള സാറേ കോംപ്ലക്സ് ഇവിടെ ഹെൽപ്പ് ചെയ്യില്ല ബ്രോ. 9ാമത്തെ കളിയാണ്. എടാ, അവൻ വരുന്നതിന് മുമ്പ് അവനെ വെച്ച് ബുക്ക് ചെയ്യാനും അവനെ കാണാനും നിറയെ ആളുകൾ നിൽക്കുന്നുണ്ടോ. നമ്മുടെ സെൽവനും അജിക്കും ജോളിക്കും ഒക്കെ മാസം 14,000 രൂപ കിട്ടുമെന്ന് വെച്ചാൽ അതിനും അവനൊരു കാരണമല്ലേ. It's kind of sad, but I get the master's point. താങ്ക് യു. ഇതൊരു ചെറിയ ഉപകാരമല്ല. ഞാൻ തിരിച്ചു തരാം കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. ഒന്ന് പോയടാ അവിടുന്ന്. നീ സമയമൊക്കെ എടുത്തോ, കിട്ടുമ്പോൾ തന്നാൽ മതി. പക്ഷെ ഒരു ഉപകാരം ചെയ്യണം. ഇയാള് ഒരു മോശം മനുഷ്യനല്ല. ആൾക്കാരോട് ഞാൻ നിനക്ക് പൈസ എന്നുള്ള കാര്യം പറയരുത്. ആവശ്യക്കാരായിരിക്കും ഉണ്ടാ. ബാ അടിക്കാം. ഇയാളത്ര മോശക്കാരനും അല്ല. കുറച്ച് എന്തോ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ചേട്ടാ അതെയൊക്കെ പെട്ടെന്ന് നിർത്തും. ഡൽഹിയിലോട്ടൊന്നും വരാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ സൗകര്യമില്ലായ്മ കൊണ്ട് എനിക്ക് ആ റോള് ചെയ്യണ്ട. ചേട്ടാ ഇത് ഭയങ്കര മൂഡൗട്ടാണല്ലോ. മാറി അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സ്റ്റെറോയിഡാണ്. ഡേസേ ഉള്ളൂ. നല്ലതാ. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് അറിയില്ല. വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഷാജിത്ര കൊള്ളാകുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ എന്നെ കൂടെ കാണാതെ ഇവിടെ ഔട്ടടിക്കും. സംശയമൊക്കെ തോന്നിക്കോട്ടെ. എനിക്കൊരു കുഴപ്പമില്ല. if she's fine then what's the problem? Just tell the group. Very interesting. ഫോൺ കണക്ട് ഇതിനകത്ത് ആരുടെ നോക്കിയേ? ഓ പാട്ട് പാടണമെങ്കിൽ പറഞ്ഞു ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു തുള്ളി കുടിച്ചിട്ടില്ല പറഞ്ഞ് കുടിച്ചിട്ടില്ല. ആ ഇവിടെ എല്ലാരും ഉണ്ട്. കണ്ടാ പിന്നില്ലേ നല്ല കപ്പാസിറ്റി അല്ലേ അവക്ക്. ഞാൻ ഒരാക്കടെ കൊടുക്കാം. That is not good. നീ ചോദിച്ചു നോക്ക്. ഓനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. നീ ധൈര്യമായിട്ടിരിക്കും. ഓനങ്ങനെ വാക്കൊന്നും. നിനക്ക് അവിടെ വേറെ ഒരു പണിയില്ലേ? അവിടെ ഉടുപ്പൊക്കെ ഒന്ന് മര്യാദ പറഞ്ഞു. ഞാനുകളെ കുറച്ച് ഫ്രീ ആക്കി വിടുക, അല്ലെങ്കിൽ അവര് കട്ട് കുടിക്കും. അതാ എന്നെ മാടി മാടി വിളിക്കുന്നു. അയ്യോ, നീ വെച്ച ഇവിടെ ഒരു പരിപാടി തുടങ്ങാൻ പോവുക. ക്ഷമിക്കാനാവില്ല. അവളെ പിടിച്ചിടും. അച്ചക്കൊക്കെ മാറ്റി. പരിപാടിയാണെങ്കിൽ നിൽക്കട്ടോ. ഇതല്ലേ രസം, നമ്മളെല്ലാരും എൻജോയ് ചെയ്യണ്ടേ. അതിനിപ്പോ എന്താ കുഴപ്പം? എന്താ ഹരിയുടെ വണ്ടിയിൽ സാധനമുണ്ട്, ഞാൻ കണ്ടതാ. ചോദിച്ചാൽ തരുമെന്ന് അറിയില്ല. അവന്റെ വണ്ടിയല്ലേ ഇരിക്കണേ? ആ ചോദിക്കാതെയും എടുക്കാലോ. നിങ്ങൾ അവനെ വെച്ചിട്ട് ഒറ്റി ഇതെന്ത്? ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപകടകരമാണ്. ശാന്തേട്ടാ ബോറാണ്. ചേട്ടൻ പറയാൻ വരുന്ന കാര്യം എനിക്കറിയാം. ചേട്ടനെ എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. നമുക്കിന്ന് ഇവിടെ വെച്ച് ഈ അസുഖം ഒന്ന് അവസാനിപ്പിക്കണം. ഞാനപ്പോൾ കിടക്കട്ടെ, നല്ല തലയുറക്കമുണ്ട്. ഇയാള് തെണ്ടികള്
Okay, I'm starting to get uncomfortable at the story right now. Like, women face this. She's the only lady member in the troupe, and definitely there will be guys getting on it. That's a given. അല്ല കീ എന്തിയേ? ഈ ആ ഡൈനിങ് ടേബിൾ ഒരു കൊട്ടയില്ല ആ കൊട്ടയിലോട്ട് Oh no. ഇതെങ്ങോട്ട് പോകുന്നത്? ഒരെണ്ണം എടുക്കാവുള്ളൂ അത്. ഹരി ഇങ്ങനെ എല്ലാവരും കൂടെ ഓസുന്നതും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓൾസോ ഹരിയുടെ ക്യാരക്ടർ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? ഞാനൊരു തുള്ളി കുടിച്ചിട്ടില്ല. സംശയരോഗം കാരണം കുടിക്കുന്ന വാർത്ത നല്ലതാ. മോൾക്ക് ചെറിയ പനിയുണ്ടേ, അതുകൊണ്ട് ഞാൻ AC ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ആ കുഴപ്പമില്ല കിടന്നു. ഒരു 5:30 ആയപ്പോൾ ഊബർ വിളിച്ചു പോയി. വർക്ക് സൈറ്റിൽ എന്തോ അത്യാവശ്യം ഉണ്ട് കാണാം. 5:30 മണിക്കോ? ആ നമുക്ക് സുഖമില്ലേ? ചെറിയൊരു പനിക്കോള്. ശരിയേത്താ. That's not good. Okay. Fuck. Go find her, dude. If you love her, just go find her, dude, right now. അച്ഛൻ ചോദിക്കുന്നതിൽ ന്യായമില്ലടാ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലേ വിനയേട്ടാ. ഇതിപ്പോൾ നമ്മുടെ ഡിവോഴ്സ് കേട്ടതിൻ്റെ ഒരു അരിശത്തില അച്ഛൻ. ഒരാഴ്ച കഴിയട്ടെ ഒക്കെ തണുത്തോളും. എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല. ഇയാളെന്തിനാ ഫോൺ കിട്ടിയത്? അല്ല, കൗൺസിലിംഗ് എങ്കിൽ കൗൺസിലിംഗ്. നമ്മൾ രണ്ടുപേരും ആരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാനിത് എന്തുവാണ് കാണിക്കണേ? തൊലി, നിനക്കിത് അന്ന് രാവിലെ തന്നെ എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ലേ? നായൻ്റെ മോനെ അവിടെ ഇട്ട് പൂട്ടിയേനെ. 2 ദിവസമല്ല ഞാൻ ഫോൺ ചെയ്ത് തുടങ്ങാന്ന് കേട്ട്. ഈ ഫോൺ എടുത്തോ, നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഫോൺ കൊടുക്കൂല. അവളുടെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കി. നീ എന്നോട് ചൂടാവാണോ? നടന്നതിന്റെ ഷോക്ക് ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ അഞ്ജലി, ഈ കാര്യം നീ എനിക്ക് വിട്ടേ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഗ്രൂപ്പിൽ നിന്ന് പോകേണ്ടത് നീയല്ല, അവനാണ്. അവൻ പുറത്ത് പോയിരിക്കും, ഞാൻ ഉറപ്പ് വരും. പ്ലീസ് വേണ്ട, അതൊന്നും വേണ്ട. എനിക്കിത് വേറെ ആരോടും പറയണ്ട. ഇതൊക്കെ നിനക്കെന്താ തെളിവ് കാണണോ? She knows. കഴിക്കട അയക്കം കൊടുക്ക. ഇതൊക്കെ ആരാണ്? മേഡം, മേഡത്തിൻ്റെ ഹസ്ബൻഡ് ഒരു നാടകക്കാരനല്ലേ? സൺഫോട്ടം കഴിഞ്ഞ ദിവസം പേപ്പർ കണ്ടിരുന്നുണ്ടോ? എന്ത് വിശേഷം ചേച്ചി? എങ്ങനെ പോകും? എങ്ങോട്ടാ? കോഴിക്കോട് റെയ്ഡ് ഉണ്ടടാ. കൊട്ടേഷൻ പണിയാണ്, എന്നാലും ഒരു പ്രൊമോഷൻ കിട്ടുന്ന ചാൻസ് ഉണ്ട്. പോട്ടടാ, ലേറ്റ് ആയി. മഞ്ചാനൊന്നും പറഞ്ഞില്ല. അല്ല, ഞാനതിൻ്റെ ഒരു ഷോക്കിലിങ്ങനെ. എടാ, എനിക്കിത് ഗ്രൂപ്പിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൾ എന്നോട് നേരിട്ട് വന്നൊന്നും പറയാതെ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ എങ്ങനെയാ പറയാ? മഞ്ചാന, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവളൊരു ലീഗൽ റൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനൊരു കണക്കിന് സംസാരിച്ച് അവളെ തണുപ്പിച്ച് വെച്ചേക്കാണ്. ഇതിപ്പോൾ സംഭവിച്ച് വേറൊരാളോട് പറയാനുള്ള ഒരു അവസ്ഥ എന്നോടുകൂടി പറയുമ്പോൾ കരച്ചിലും സീനും ബഹളവും ഒക്കെ ആയിരുന്നു. സ്റ്റാർ ഫ്രൂട്ട് അല്ലേ ഇത്? അതെ. അല്ല, മഞ്ചന്റെ താരെ വിളിക്കുന്നത്? ആ, അഞ്ജലി, ഞാൻ മോളെ ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ വിളിക്കുന്നതല്ല കേട്ടോ. വിനയ് ഇവിടെ ഉണ്ടേ. അവൻ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ നാളെ തന്നെ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കാം, അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. അല്ല, വിനയ് എന്നോട് പറഞ്ഞൊക്കെ സംഭവിച്ചാണല്ലോ അല്ലേ? അത് പറഞ്ഞതിനില്ലേ? ഇന്ന് ശനി, നാളെ ഞായർ, നാളെ തന്നെ നമുക്ക് വിളിക്കാം എല്ലാവരും. അത് മതി. അച്ഛേട്ടാ, ഇവനി ഓവറായിട്ട് പറഞ്ഞെങ്കിലും പറഞ്ഞോ? ബലൂൺ പോലത്തെ ആ വർഷം തന്നെയല്ലേ ഡോക്ടർ. അതിനിപ്പോൾ ഇന്ന കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഹൈപ്പർ ടെൻഷൻ ആവാം, പിന്നെ സ്മോക്കിംഗ് ഉണ്ടായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മോക്കിംഗ് ഒരു കാരണമാവാം. അതിന് അത് ആലോചിച്ച സീറ്റിൽ ചാറല്ലേ, ഉള്ള എണ്ണ എല്ലാ ഇതിലാവും. പിന്നെ സാറ് പറഞ്ഞാൽ അറിയാലോ, ഉള്ള പണി പോയി കിട്ടും. ആരായിരുന്നു ഫോണില്? എന്തോ പന്തികേടുണ്ടല്ലോ. എന്ത് ഫാസ്റ്റിംഗ് ചേട്ടാ? ഞാൻ അമ്പലത്തിലാണ്, തിരിച്ചു വിളിച്ചാൽ മതിയോ? അന്നെളുപ്പം പറഞ്ഞു. നാളെ ഷോപ്പിൽ വരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് വന്നോളോ? സന്തോഷം, ഞാൻ വിളിച്ചോളാം. ഓക്കെ. വരാം. ഒരു 11:30 കഴിയുമ്പോൾ ഞാൻ വന്നേക്കാം. എത്തിയേക്കാം അവിടെ. ഓക്കെ. ഇയാൾ തന്നെ ചെയ്യുന്നത്. കാരണം
ഹരി മറ്റേ അടിച്ച് പൂസായി ഹരിയാണോ? ഡോക്ടർ പറഞ്ഞു അതങ്ങനെ കിടക്കട്ടെ. അതിലൊരു അവൾ എന്തിനു ബാക്കൗട്ട് ചെയ്യണം? ഇല്ലടാ എൻ്റെ ഒരു ആങ്സൈറ്റി കൊണ്ടേ. അവളുടെ പോയിന്റ് ഓഫ് വ്യൂ നീ പറയണ എന്തി. അവൾക്ക് ഫേസ്ബുക്ക് ഇടണമെങ്കിൽ നീ ആൾക്കാരല്ലേ. ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു മാൻ. പിന്നെ She doesn't just നമ്മളവിടെ ചെന്ന കാര്യങ്ങൾ എന്നാന്നൊക്കെ അറിഞ്ഞിട്ടേ എല്ലാവരും ഷെയർ ഇടണമെങ്കിൽ മാത്രം പോയി മേടിക്കാൻ പോയാൽ മതി. കുപ്പിയൊന്നും മേടിക്കുന്നതിന് മറ്റടുത്ത് വേർതിരിവുണ്ട്. അവന് മാത്രം കാപ്പി ഉണ്ടാക്കിയതും പോരാ, അതിനും പരാതിയാ. നീ വേണമെങ്കിൽ കുടിച്ചാൽ മതി. ചേട്ടാ കൂടെ ഇരുന്നടാ, അവൻ്റെ തിരുമൂല ഞാൻ കാണണ്ടേ. Oh, what the hell was that? വീട്ടിൽ തേങ്ങ വീണോ? Oh my god. ഓക്കെ, എല്ലാവരും വന്നോ? ഞാൻ എല്ലാവരോടും ഹരി ഒരു ഫിലിമിൻ്റെ ഷൂട്ടിലാണ്, അതുകൊണ്ട് ഇന്ന് ഇവിടെ എത്തില്ല എന്നാണല്ലോ പറഞ്ഞത്. വാസ്തവത്തിൽ ഹരിയാണ് നമ്മുടെ മീറ്റിങ്ങിൻ്റെ വിഷയം എന്നുള്ളതുകൊണ്ട് അവനെ വിളിച്ചില്ല. അതാണ് സത്യം. ചേട്ടൻ കാര്യം പറ. ആഴ്ച നമ്മൾ ഫൈൻ ആർട്സ് ഹാളിലെ നാടകം കഴിഞ്ഞിട്ട് സായിപ്പിൻ്റെ റിസോർട്ടിൽ കൂടിയില്ലേ? അന്ന് രാത്രി ഹരി അഞ്ജലിയോട് വളരെ മോശമായി പെരുമാറിയെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഒന്നുമല്ല, ഇത് അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ നാറി അവളെ കയറി അങ്ങ് പിടിച്ചു. ഇത് അയാളല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇയാളാണെന്ന് വെച്ച് തുടങ്ങുകയാണെങ്കിൽ എന്തായാലും അയാളല്ല. സംബഡി എൽസ് ഡിഡ് ഇറ്റ്. ഇതാ കാര്യം. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവാടാ. മാഞ്ചി അവള് കൃത്യമായിട്ടാണ് മാഞ്ചി അവള് കൃത്യമായിട്ട് എന്താ പറഞ്ഞത്? അവൾ പറഞ്ഞത് അവൾ 2:30-3 മണിയായി കാണും. ജനലിൻ്റെ അടുത്തുള്ള സോഫയിലാണ് അവൾ കിടന്നത്. അപ്പോൾ ഇവൻ അതുവഴി പോയതാണോ ഇനി അതിനായിട്ട് പോയതാണോ എന്ന് ചോദിച്ചില്ല. അവൻ ഓടിപ്പോന്ന് അവൾ വ്യക്തമായിട്ട് കണ്ടതല്ലേ. അല്ല ഈ ജനലിൽ കൂടി കയറ്റെന്ന് പറയുമ്പോഴേ അപ്പോൾ ജനൽ തുറന്നിടക്കായിരുന്ന? എൻ്റെ സീൻ ചേട്ടാ, ജനൽ തുറന്നു കിടക്കായിരുന്നു, അത് കുത്തി പൊളിച്ചാന്നൊക്കെ ചോദിക്കാൻ പുള്ളി വല്ല പോലീസുകാരനാണ്. അത് ചോദിക്കാൻ പോലും ജനൽ തുറന്നിടക്കായിരുന്നു. ബേസ്ഡ് ഓൺ വാട്ട് ഐ റിമെമ്പർ. കൊണ്ട് പറയാനൊക്കെ നേരമുള്ളൂ, അറിയോ? നമ്മളങ്ങനെ വായി തോന്നണ അവിടെ എന്തെങ്കിലും കൊണ്ടുള്ള കാര്യമുണ്ടോ? എന്തിനാ ചരിത്രം പറഞ്ഞു? അതിൻ്റെ ഇനി എങ്ങനെയാണ് നമ്മൾ അവരുടെ മുഖത്ത് നോക്കുന്നത്? അയ്യോ ചോദിക്കുന്ന നാടകങ്ങൾ ചിരിക്കണം. അവനെ വിളിച്ചു കൊടുത്ത് കാരണക്കൂറ്റി അടിച്ചു കൊടുക്കണം, എന്നിട്ട് മതി ബാക്കി. ചേട്ടാ, നമ്മളങ്ങനെ ചുമ്മാ വികാരം കൊണ്ടിട്ട് മാത്രം പക്ഷെ കാര്യമുണ്ട്. എനിക്കിത് മതിന് ഈ കാര്യം പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. you need to നമുക്ക് ചർച്ച ചെയ്യണ്ടേ? ചർച്ചയാണ്. ഞാനാണെങ്കിൽ നമുക്ക് അടിക്കാന്നേ. പക്ഷെ നമ്മൾ ഇവിടെ ഒരുമിച്ച് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കണം. അത്രേ ഞാൻ പറഞ്ഞു. സന്തോഷം, ഒറ്റ കാര്യം ഞാൻ പറയാം. എടാ, നമ്മൾ ഇത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നപ്പോഴാണല്ലോ അവനത് ചെയ്തെങ്കിൽ ചെയ്തത്. അപ്പം നമ്മളൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്ന് അവന് തോന്നിയത് കൊണ്ടല്ലേ അതിന് ധൈര്യപ്പെട്ടത്, അല്ലേ? ഇപ്പം അയച്ചേണ്ട വായുന്നൊരു അല്ല, നീ എന്താ ഉദ്ദേശിച്ചത്? അതായത് അവളോട് അവൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണോ നീ പറയുന്നത്? എടാ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല വിനയ്, ഒരാൾ ഒരു ആരോപണം പറഞ്ഞുകൊണ്ട് മാത്രം ആയില്ല. മതി സച്ചിൻ, അഞ്ജലിയുടെ കാര്യം അത് തന്നെ ധാരാളം. സി നമ്മുടെ മുമ്പിലുള്ള നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോൾ വരാം. ഒരു കാര്യം സീരിയസ് ആയിട്ട് ഇയാളാണോ ഇവനാണോ? എനിക്ക് കേട്ടിട്ട് എന്തുപോലെ ഞാൻ ഒന്ന് വലിച്ചിട്ട് വരാം. ഉണ്ടാക്കി പോവുകയാണ്. അവൻ എടാ ജോളി, നല്ല വെളിയും വിളിച്ചോണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ആദ്യം തന്നെ ഉണ്ടല്ലോ ഈ കള്ളുകൂടിയാ നിർത്തണം. അവൻ he was like sleeping, right? He drank and was sleeping. അതാദ്യം മനസ്സിലാക്കണം. കള്ള് കുടിച്ചോണ്ടല്ല അവനെന്ന് അങ്ങനെ ചെയ്തു. കള്ള് ചെന്ന് കഴിഞ്ഞപ്പോൾ കള്ള് കുടിക്കില്ല. ജോളി കള്ള് കുടിച്ചോ? ജോളി നിർത്തിയല്ലോ. ആ ഓക്കെ, അപ്പം നമ്മൾ 3 പേരും കള്ളു കുടിച്ചില്ല, ബാക്കി എല്ലാവരും കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് എത്രയോ തവണ കൂടിയിരിക്കുന്നു, അന്നൊന്നും ഇങ്ങനെ ഉണ്ടായില്ലല്ലോ. നമ്മൾ ആരെങ്കിലും അവളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? പെരുമാറുന്ന പോട്ടെ, ആരെങ്കിലും അവളെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഉള്ളവരുണ്ടാവാം. ഇല്ലല്ലോ. എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പൊ ഇന്നലെ എന്നാ പുള്ളി എത്ര തവണ പറഞ്ഞു സജൻ? എനിക്കിതിലാകെയുള്ള ഒരു സംശയമല്ല, ഒരു വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ച നെഞ്ചത്തേറി പിടിച്ച വിഷയമാണ്. അല്ലാണ്ട് അവളുടെ പേഴ്സിന് 500 രൂപ പോയ കേസല്ല. രാവിലെ വിളിച്ച് നിന്നോട് വളർത്താൻ കുറച്ചു നേരം റോങ് അടിക്കാൻ തുടങ്ങിയ ഇവിടെ സീനിയേഴ്സ് ഉണ്ട് 10-25 വർഷമായിട്ടുള്ള അവര് സംസാരിക്കട്ടെ. നീ ആരാണ്? എന്ത് ചർച്ചയുടെ അത്? പക്ഷെ ഇതിൽ ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം? ഇവൻ പറയുന്ന കാര്യങ്ങളെ ശരിയാണ്, പക്ഷെ ഇവന്റെ പേഴ്സണൽ അജണ്ട ഉണ്ട്. ഹരിയെ തോൽപ്പിക്കാനുള്ള പേഴ്സണൽ അജണ്ട, അത് ഇത് കുളവാക്കണം. ഈ സംഭവം പുറത്തറിഞ്ഞു പിന്നെ നമ്മളെല്ലാരും കുഴ ചൂടി നടന്നു. ഇവർ രണ്ടുപേരും അഞ്ജലി ഹരി നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാന്നേ. ഓയ്യോ ഹരി കാര്യങ്ങൾ സംസാരിച്ച് എത്രയും വേഗം സംഗതി കോംപ്രമൈസ് ചെയ്യണം. കോംപ്രമൈസ് ഇതെങ്ങനെ കോംപ്രമൈസ് ആക്കാൻ ഉദ്ദേശിക്കണേ? അവനെ ഇന്ന് ഇവിടെ വെച്ച് ഈ ഗ്രൂപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താക്കണം. That is the least you can do.
അതിലെ ഡിസ്മിസൽ മാറ്റർ എഴുതി സാറിൻ്റെ അടുത്ത് സീൽ മേടിച്ചവൻ്റെ കയ്യിലോട്ട് വെച്ച് കൊടുക്കണം. സുധീർ എന്താണ്? ഇപ്പോൾ ഒന്ന് വലിച്ചാൽ ഞാൻ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ അയച്ചേട്ടൻ പറഞ്ഞ പോലെ അവനെ തലണം ചോട്ടണമെന്നൊക്കെ എനിക്ക് കൂട്ടി തോന്നും. ശരി, പെട്ടെന്ന് വലിച്ചിട്ട് വാ. ആ പ്രശ്നം ബാലിശമായിട്ട് ഏർപ്പാടാണ് ഇത്. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ കോംപ്രമൈസ് പറ്റില്ല ബ്രോ. അത് പോവില്ല. അങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ട് എടാ മോനെ ഇനി മേലാൽ ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോന്നും പറഞ്ഞപ്പോൾ ഉപദേശിച്ചു വിടാനല്ല, ഈ സംഭവം പുറത്തു പോകരുത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഷിതങ്ങാൻ പുറത്തിറങ്ങിയാലല്ല, അതോടെ ഗ്രൂപ്പ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. എല്ലാവരും തുറന്ന് സംസാരിക്കുക, അവരവരുടെ ശരികൾ പറയുക. പക്ഷെ ഇത് ഇയാളാണ് ചെയ്തതെന്നുള്ളൊരു സംശയം. അതാണ് ചോദിക്കാനുണ്ടാവും. ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് കംപ്ലീറ്റ്ലി എഗ്രി. സീരിയൽ കഴിക്കുന്നത് ശരിയല്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, ആ പെങ്കൊച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവിടെ എന്തോ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടല്ലോ. അതാ സിജിനും വിനയും തമ്മിലൊന്ന് പുറത്താണ്. സിജിന് നാക്ക് പ്രശ്നമാണല്ലോ. ഞാൻ അഞ്ജലിനെ ഒന്ന് വിളിച്ചാലോന്ന് ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ വിളിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവട്ടെ, എന്നിട്ട് മതി. അപ്പം ഞാൻ പറഞ്ഞു വന്നേ കുഞ്ചാഗോനെയും ജയസൂര്യനൊക്കെ കഥ കുറച്ച് വളച്ചൊടിച്ചപ്പോൾ ദാറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ്. നമ്മളന്ന് സായിപ്പിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നില്ലേ, അന്ന് പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരിടയ്ക്കുണ്ടായി കൊടുക്കുക എന്ത് ചിലവരെന്നൊക്കെ പുള്ളി ചോദിച്ചത്. ഈ പറഞ്ഞ വളരെ സാധാരണമായിട്ട് പുള്ളി സംസാരിച്ചേട്ടാ. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു, ഇത്രയൊക്കെ വൃത്തിയായിട്ട് കാണിച്ചു കൊടുത്തിന് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ? എന്തായി പറയണത്? 2.5 വർഷം കൊണ്ട് നായ വേഷം അടിച്ച് മാറ്റിയിട്ടേ ചില്ലറ കാര്യമാണ്. ഈ വിനയ് നല്ല അസറായിട്ട് ചെയ്തിരുന്ന വേഷമല്ലേ, അത് അവൻ്റെ കൊടുത്ത് നശിപ്പിച്ചു. അതൊന്നും പറയേണ്ട കാര്യമില്ല ചേട്ടാ, അവൻ വന്നുകൊണ്ട് ഗ്രൂപ്പിന് ഗുണമല്ലോ ഉണ്ടായിരുന്നു. ഇത് സത്യം പോലെ പറഞ്ഞില്ല, അവസാനം എല്ലാം പണിയാണ്. അടിച്ചു വരുന്നോണ് അതിൻ്റെ വെള്ളം. നമ്മൾ പണിക്ക് പോവുക, കാശ് മേടിക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. നമ്മളെന്തിനാ പാരിച്ച കാര്യങ്ങളൊന്നും ഇല്ല അനീഷേ, ലൈറ്റ് ഒന്നും കത്തുന്നില്ല. ആ, നാളെ തന്നെ ഒന്ന് നോക്കണേ. ഇവിടെ കറണ്ട് പോക്ക് സ്ഥിര, മറക്കരുത്. കാര്യങ്ങൾ അവതരിപ്പിക്കാനല്ലേ പറ്റൂ, അവർക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ പറ്റുമോ? അവർ പറയട്ടെന്നേ. ഇങ്ങോട്ട് കേൾക്കുന്ന ഒരു ഫീല് കൊടുക്കണ്ടേ? അതൊക്കെ സമ്മതിച്ചു, പക്ഷെ ഒരുപാടാവണ്ട. ചേട്ടാ, അവളങ്ങനെ വിടണ ടൈപ്പൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. എന്താണ് ചേട്ടാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയണത്? അവളെന്നെ വെറുതെ പറയുമോ? പറയും, വെറുതെ പറയും. എടാ സന്തോഷേ, എടാ നീ ഒന്ന് പോടാ അവിടെ. നീ ഉദ്ദേശിക്കണെന്ന് എനിക്ക് മനസ്സിലായി. ഇതതുപോലെയാണ്. അഞ്ജലിയുടെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ആലോചന എനിക്ക് വന്നു. ഞാൻ പോയി കണ്ട് 2 കൂട്ടർക്ക് ഇഷ്ടമായി, ഏതാണ്ട് ഉറപ്പിച്ച്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ വേണ്ടെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്നറിയാമോ? അവർ ഇവളോട് ഇവനെ കുറിച്ച് ഇറക്കിയപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. എടാ താല്പര്യം പെടും അവളെന്നെ കുറിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ പുല്ല് വലിച്ചിട്ടില്ല. അല്ല, അഞ്ജലി ഇത് പറഞ്ഞു ചേട്ടനെ അറിഞ്ഞത്? ആ പെണ്ണിൻ്റെ അനീചർക്കം പറഞ്ഞു, അവൻ്റെ ഒരു കമ്പനിക്കാരനാ. അവളോട് ചേട്ടൻ ചോദിച്ചില്ലേ? എന്തിനാടാ, അവളുടെ കുടുംബമായിട്ട് ഞാനൊരു ബന്ധം ഉണ്ടാക്കണം അവൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അവൾ മുടക്കി. ഓട്ടെ, ഞാനും വേണ്ടെന്ന് വെച്ചു. കണ്ട, ഇതാണ് ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞല്ലോ ഓരോ സമയത്ത് ഓഷണിയാ. ആയിരിക്കാം, പക്ഷെ പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ജനറലൈസ് ചെയ്ത് പറയുന്നത്. നീ അതൊരു ഓഫീസിലോ സ്കൂളിലാണ് പറയുന്നത്, എനിക്ക് അതുപോലെ നിന്റെ ജോലി പോകാൻ. ഇവിടെ പറയാലോ, ഇവിടെ ജോലിയൊന്നും പോകില്ലല്ലോ. എടാ ഇവിടെയും പറയാതെ ശീലിക്കുന്ന സനോഷം നല്ലത്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം പോലെ. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ അഭിപ്രായമല്ല പറയേണ്ടത് ബ്രോ. ചേട്ടനാ ചേട്ടൻ സ്കൂൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്നെ ആരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടോ? എന്നെ എന്തിനു കയറി പിടിക്കണത്? ഞാൻ ഒരാണല്ലേ? ആണല്ലേ? ഓ, പിന്നെ സാധാരണ എന്ത് പറയുന്നു കൊടുക്കണം. ഞാൻ വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല. ഇതൊന്നും പറഞ്ഞില്ല. അല്ല, അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വിഷയം എത്രയും പെട്ടെന്ന് സാറിനെ അറിയിക്കുക എന്നുള്ളതാണ്. സാറോട് പറയണം, സാറ് തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എല്ലാ സ്ഥലം അത് ഇന്ന് വൈകിട്ട് സാറിനെ അറിയിക്കണം. കാരണം നാളെ ഉച്ചയ്ക്ക് സാറിൻ്റെ ഫ്ലൈറ്റാണ്. നാളെയാണോ സാറിൻ്റെ ഫ്ലൈറ്റ്? ആ, നേപ്പാൾ. അപ്പോൾ ചർച്ച വലിച്ചു നീട്ടിക്കൊണ്ട് പോകണ്ട. ഹരിയുടെ കാര്യത്തിൽ എന്താ തീരുമാനിക്കണമെന്ന് ഓരോരുത്തരായിട്ട് അഭിപ്രായം പറ. ചേട്ടാ, ഞാനും ചോദിക്കണമെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചാൽ പിന്നെ അറിയാമല്ലോ. സത്യമായിട്ടും സത്യം പോലെ തുറന്നതാണ്. എടാ, അവളെന്നെ പലവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കോടതിയും കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. പിന്നെ അവള് നമ്മളെ വിളിക്കുന്ന ഇങ്ങനത്തെ ഒരു കാര്യം പറയാനാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ കേട്ടോ. അവനെങ്ങനെ അറിയാനാടാ? ഒരു പെണ്ണുന്നൊരു കാര്യം പറഞ്ഞ് അവനപ്പത്തന്നെ പിടിച്ച് പുറത്താക്കി. നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്ത് വർത്താനോടെ പറയുന്നു? ഒരു പെണ്ണെന്നാ സനോഷേ, നമ്മൾ അവന് പറയണമെന്ന് കേൾക്കണ്ടേ? എന്നിട്ടൊരു തീരുമാനം എടുക്കാൻ. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഈ പുറത്താക്കാന്ന് പറയുമ്പോഴേ സ്ഥിരമായിട്ടാണോ അതോ കുറച്ചാളത്തേക്കാണോ? എന്താ സുധീറിൻ്റെ മനസ്സിൽ? എന്നേക്കുമായിട്ട് മാറ്റി നിർത്തണം. അങ്ങ് 6 മാസോ 1 വർഷം അതങ്ങ് മാറ്റി നിർത്തണമെന്നേ. എന്നിട്ട് ഇവരുടെ മനസ്സൊക്കെ എന്താണെന്ന് ഇവരോട് ക്ഷമിക്കാൻ പറ്റുന്നൊരു കാലം വരില്ലേ, അന്നാണ് തിരിച്ചെടുക്കണം. അതാ ഞാൻ പറയണം. ചേട്ടാ, ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇത് ക്രിസ്തുവിന്റെ ഇത് 6 മാസം കഴിയുമ്പോൾ എന്റെ അഭിപ്രായം. നീ അത് പറയും, അതിന്റെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. സന്തോഷം, മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കയറി. അല്ല ചേട്ടാ, അല്ല എന്താ ചേട്ടൻ പറഞ്ഞാ? എന്തിനാടാ ഞാൻ പറയണത്? എല്ലാവർക്കും കൂടെ അറിയാവുന്ന കാര്യം അത്.
ഈ ചെയ്ത ചെറ്റത്തര എൻ്റെ സ്വന്തം തന്ത ചെയ്തു കഴിഞ്ഞാലും എൻ്റെ നിലപാട് ഇത് തന്നെ ആയിരിക്കും. പുറത്താക്കണം. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ആള് ജോളി പറ. ഇനി ആളുകൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഹരി അഞ്ജലിനോട് ഇങ്ങനെ ചെയ്തതല്ലേ, നമുക്കൊക്കെ ഒരു പങ്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണം. നമുക്ക് എന്ത് പങ്കാണ്? എന്താ അവൻ ആരെങ്കിലും വന്നിട്ട് 2.5 വർഷമായി. ഈ 2.5 വർഷക്കാലം ഒരു നാടക സംഘത്തിൽ പ്രവർത്തിച്ചിട്ടേ കൂടെ അഭിനയിക്കണ പെങ്കൊച്ചിനെ കയറി പിടിക്കാനാണെങ്കിലുണ്ടല്ല, നമ്മളിത് ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല പാടത്ത് കിളക്കാൻ പോയത് നല്ലത്. അതിനൊരു അന്തസ്സുണ്ട്. പ്രാക്ടിക്കലായിട്ടൊന്നും ശരി ശരി, അവൻ്റെ ഉള്ളിലോട്ട് കയറണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ്റെ ഉള്ളിൽ നമ്മുടെ കല എത്തിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സെൽവൻ ചേട്ടാ, ഈ കല കൊലാന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സാധാരണ മനുഷ്യരെ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റില്ലേ? അങ്ങനെയാണല്ലോ ഇപ്പം സംഭവിച്ചേക്കണത്. ഇതിപ്പോൾ ഒരു ഫ്ലാറ്റിലോ ഓഫീസിലോ ക്ലബിലൊക്കെ ഇങ്ങനെ സംഭവിക്കണമെങ്കിലാ സാധാരണ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കണത്? അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മതിയാന്നാണ് ഞാൻ ചോദിക്കണത്. നിങ്ങൾ ഈ പറയുന്ന പിടിച്ച് നാളെ അതിൻ്റെ അപ്പുറം ചെയ്യും. അതാ ഞാൻ ഇവന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആർക്കും അറിയില്ല. അതാദ്യം പറയും. അത് പറഞ്ഞില്ലെങ്കിൽ അവസാനം ഇത് ഗ്രൂപ്പ് എന്ത് തീരുമാനിക്കുന്നു അതാ എൻ്റെ തീരുമാനം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇവൻ അവനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ളതാണ് ഹരി. തെളിയട്ടെ എന്ന് പറഞ്ഞില്ലേ? എങ്ങനെ തെളിയിക്കാൻ? അവൻ അങ്ങനെ ചെയ്യുന്ന അവൾ നമ്മളോട് തെളിയിക്കണം. അത് തെളിവൊന്നും വേണ്ടതാണ് നിങ്ങൾക്ക്. നല്ല ഗംഭീര ഐഡിയ. അതായത് അവൾ അനുഭവിച്ചേ പോരാ, നിന്റെയൊക്കെ പുറകെ നടന്നു തെളിയിക്കണമെന്നാണ് പറയുന്നത്. എടാ, പാതിരാത്രി ഒരു പെൺകൊച്ചിനെ ഒരുത്തൻ കയറി പിടിച്ചിട്ട് എന്ത് തെളിവാണ് നിനക്ക് വേണ്ടേ? അതാരും കണ്ടായിരുന്നു. ആക്ച്വലി that does make sense. CCTV ഒലക്കട മൂട്. CCTV ഉണ്ടെങ്കിൽ ആരന്വേഷിക്കണം? പോലീസ് അന്വേഷിക്കണം. നമ്മൾ ചോദിച്ചാൽ ഫുട്ടേജ് തരുമൊന്നുമില്ല. പിന്നെ പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് പോകാതിരിക്കുന്നതാണ് ഗ്രൂപ്പിന് നല്ലത്. എന്താ സുധീര? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി ഹരി അറസ്റ്റ് ചെയ്താൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യും. ആലോചിക്ക്. ചേട്ടാ, സംഭവനായ 10-12 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളെങ്കിലും അവൻ ചെറിയൊരു സെലിബ്രിറ്റിയാണ്. ഇപ്പം നമ്മളുടെ എന്തോ ഭാഗ്യം കൊണ്ടാണ് അവളെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടത് നിങ്ങളോട് ഒന്ന് കാര്യം പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, മാക്സിമം 20 minutes. അതുവരെ നിങ്ങളൊന്ന് ആലോചിക്കും. അല്ലാണ്ട് ജോലി ഒന്നും പറഞ്ഞില്ല. നിന്റെ അഭിപ്രായം വേണം? അല്ല, ഞാനിതിപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ അതിനകത്ത് ഹരിയേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾ എന്നെ പുറത്താക്കിയില്ല, പകരം ഒരു ചാൻസ് കൂടി തന്ന്. അതിന് അപ്പം അങ്ങനെ എന്നോട് ക്ഷമിച്ച് ആ ഗ്രൂപ്പിലുള്ള ഒരാളെ പുറത്താക്കണമെന്ന് ഞാൻ എങ്ങനെ പറയും? ജോളി, അത് വെറും അടിപിടി കേസ്, സെക്ഷൽ ഹറാസ്മെന്റ്, രണ്ടാണ്. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? അല്ല, അത് മനസ്സിലായി. പിന്നെ നിങ്ങൾ എന്താ തീരുമാനിച്ചോ, അതിൻ്റെ കൂടെ ഞാനുണ്ടാവും. എനിക്ക് ഇയാളെ ഹരിയെ സംശയം. പുറത്താക്കണം എന്ന അഭിപ്രായമുള്ള ആരൊക്കെയാ? വെള്ളം അടിച്ച് വിനയ്, നന്ദൻ, അയച്ചേട്ടൻ. അവൻ വെള്ളം അടിക്കുകയും ചെയ്തു അവസാനം. സ്വന്തമായിട്ടൊരു തീരുമാനം പറയട്ടെ, അല്ലാണ്ട് പിന്നെ വേണ്ട ചേട്ടാ, അവർ ആലോചിക്കട്ടെ, സമയത്ത് ആലോചിക്കട്ടെ. അപ്പോൾ ഭക്ഷണം എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ, സ്വിഗ്ഗിയൊക്കെ ഇവിടെ വരും. മെയിനായിട്ട് അടഞ്ഞേക്കണം. പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഞാൻ അവതരിപ്പിച്ചാൽ ശരിയാവില്ല. അതിൻ്റെ ഇടയിൽ സന്തോഷമായിട്ട് ഞാൻ അവന് നമ്മളുടെ പ്രശ്നം പൊക്കിക്കൊണ്ടുവന്നുണ്ട്. വല്ല ബിരിയാണി ഓർഡർ ചെയ്യണോ? എന്തായാലും മൂഞ്ചി പണ്ടാറടങ്ങി. ഇവിടെ നോൺ കയറ്റാൻ പറ്റില്ലെന്ന് മതഞ്ചേട്ടൻ പറഞ്ഞേക്കണേ. നീ ഇത് എവിടെ വെച്ചിരുന്നു? സാധനം വണ്ടി മാഞ്ചേട്ടൻ അറിയൊന്നുമില്ല. പുള്ളി പൂർത്തി വെച്ച് ഞാൻ എടുത്തിട്ട് വന്നു. ആ വോട്ടക്കെല്ലാം അടിക്കുന്നത് അപ്പം മണം ഉണ്ടാവില്ലല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് മിച്ചർ നിന്നിട്ട് കള്ളു കുടിക്കുന്ന എനിക്ക് പരിപാടി ഇഷ്ടം. എന്തൊക്കെയോ റോങ് ഉണ്ട്. എനിക്ക് പല ആൾക്കാരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ അകത്ത്. സത്യാവസ്ഥ അതല്ല. അഞ്ജലി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് നിന്നോട് യാതൊരു ഇഷ്ടക്കുറവുമില്ല. പിന്നെന്താണ്, നീ കെട്ടാൻ പോയ പെങ്കുച്ചല്ലേ, അവൾക്ക് ഏതോ മുസ്ലിം പയ്യനായിട്ട് എന്തോ അഫെയർ ഉണ്ടായിരുന്നു. അപ്പം അഞ്ജലിക്ക് നിന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ഉണ്ടാക്കി പറയാണോ ശരിക്കുള്ള കഥ? അതിന് വേണ്ടിയിട്ട് ആ പെങ്കുച്ച് ഉണ്ടാക്കി പറയല്ലോ സത്യം. എനിക്ക് സംശയമുണ്ട്. ഒന്നാമത് ഇവൻ ആ പെങ്കുച്ചിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവൻ ഗ്രൂപ്പിൽ ആ ടൈമിന് പുതിയതായിരുന്നല്ലോ. ഇവനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. This is not going in the right direction. This is not going to solve anything, brother. അങ്ങനെ വേണോടോ കാണാൻ. എന്തായാലും മനസ്സിലൊരു ഭാരം ഒഴിഞ്ഞിട്ടാ. Anjali should be here. Okay, that might not be the best idea because she is the one who she should file a police complaint. I think that kind of feels like the right thing to do. Yeah. ഒരു 6 മാസം അവനെ പുറത്തായി. ഹലോ, ലോറൻസ് കോട്ടേജ് അല്ലേ? ആ, മറിയ ചേച്ചിയാണോ? ആ, ഞങ്ങൾ 13 പേരെ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ വന്നായിരുന്നു.
ആ ഇല്ലല്ലേ, ഇത്തിരി എക്സ്പെൻസീവായ വാച്ചായിരുന്നു. അയ്യോ, ചേച്ചി എടുത്തെന്നുള്ള അർത്ഥത്തിലല്ല. ഈ ആഴ്ച നമുക്കിവിടെ വേറെ വല്ല ഗസ്റ്റ് ഉണ്ടായിരുന്നോ? എടാ എനിക്കിപ്പോ അവളോട് എന്താ വിരോധം? അവൾ അടിപൊളി ഇയാള് സീനാണല്ലേ. ഇങ്ങനൊരു കാര്യം അറിയുമ്പോ ഇല്ലടാ, അവന്റെ സിനിമാ ജീവിതം അവസാനിക്കുന്ന കേസല്ലേ. അവൻ പുറത്ത് പറയില്ല, നമ്മൾ പുറത്ത് പറയൂ. ഇൻ കേസ് ഈ വാർത്ത പുറത്തു പോയാൽ തന്നെ നമ്മുടെ സുധീരേട്ടൻ പറഞ്ഞ പോലെ അഞ്ജലി ഇവനെതിരെ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് പരാതിപ്പെട്ടു. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അവനെ പുറത്താക്കി. ഗ്രൂപ്പിന് നല്ലതല്ലേ അത്? നീ ഒന്ന് ആലോചിച്ച് നോക്കി. നീ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നില്ല സനോഷേ. അഞ്ജലിയോട് ഹരി ലൈംഗികമായ അതിക്രമം നടത്തിയതായി അഞ്ജലി ഗ്രൂപ്പ് കോർഡിനേറ്ററായ മദനോട് പരാതിപ്പെട്ടിരുന്നു. ഉറങ്ങിക്കിടന്ന അഞ്ജലിയുടെ മാറത്ത് ഹരി ജനൽ കൂടി കയറി പിടിച്ചതായാണ് പരാതി. നടി ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് ഡയറക്ടർ എന്ന നിലയിൽ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നത്. സർ, ഞങ്ങളുടെ ഈ തീരുമാനത്തിന് ഒപ്പമുണ്ടാകുന്ന ഉറച്ച ബോധ്യത്തോടെ എല്ലാവരും അവരവരുടെ ഒപ്പുകൾ രേഖപ്പെടുത്തുന്നു. That at least is the right thing to do, I guess. But I have a small doubt if it is Hari. If it is not Hari, then yeah, I have a big doubt it is not Hari. Hari ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാരണം ഗ്രൂപ്പിന് കുഴപ്പമുണ്ടാവണ്ട. I don't like the way Vinay presented the whole thing. ഇത് ഒപ്പിടുന്ന എനിക്ക് കുഴപ്പമില്ല, ഇത് സാറ് കൊടുക്കണല്ലേ. അപ്പോൾ ഈ തീരുമാനം അഞ്ച് അറിയിക്കണ്ടേ? അറിയിക്കണം. കഴിയുമ്പോൾ വിളിച്ച് അറിയിച്ചോളൂ. അതിനു മുമ്പ് നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനം എടുത്തതെന്ന് അവളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലേ? അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ നേരിട്ട് പറയണമെന്നാണ് ഞങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അവളറിയേണ്ട കാര്യമില്ല. ഈ തീരുമാനം നമ്മൾ ഒരുമിച്ചെടുത്താണെന്ന് വേണം അവളറിയാൻ. അല്ലാതെ കുറച്ച് പേര് നായകന്മാർ, കുറച്ച് പേര് വില്ലന്മാർ, അത് വേണ്ടല്ലോടാ. എൻ്റെ സിജിനെ ഇവിടെ നടന്ന ചർച്ചയൊന്നും ഒരിക്കലും അവൾ അറിയാൻ പോകുന്നില്ല. അഞ്ജലിനെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത് ശരിയല്ല. അതെന്താ? അവൾക്ക് നമ്മളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് അവളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വിളിച്ചു വരുത്തിയിട്ട് നല്ല മനസ്സുണ്ടെങ്കിൽ ഒപ്പിട്ടാൽ മതി. എന്തായാലും അഞ്ജലിനെ ഇങ്ങോട്ട് വരുത്തേണ്ട കാര്യം ഉദിക്കുന്നില്ല. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയാ. അതെ, ഇയാൾക്കും കുറച്ച് കുറെ ആൾക്കാർ സസ്സാണല്ലോ. എന്നാ പിന്നെ നിങ്ങളെന്താ ചെയ്യും? അവിടെ നിൽക്ക് സുധീര. സാറ്, ഞാൻ, പിന്നെ ദില്ലിയിരിക്കണ അജി. അത് കഴിഞ്ഞിട്ടേ നീയുള്ളു. ഇത് കണ്ടാ നീ, ഇത് മൊത്തം ഡൈയാണ്. നമ്മളെയൊക്കെ കണ്ട അവക്കൊരു ആശ്വാസം വാങ്ങി മാത്രം അവളെ വിളിച്ചാൽ മതി. അത്രയുള്ള ബുദ്ധിമുട്ടില്ലെങ്കിൽ അവള് വന്നാൽ മതി. ഞാൻ വിളിക്കട്ടെ അവളെ. ലൗഡ് സ്പീക്കർ എല്ലാവർക്കും കേൾക്കാമല്ലോ. ആ മോളെ മദൻ ഞങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞായിരുന്നേ. അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് മോളോട് നേരിട്ട് പറയണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ മോൾക്ക് ഇവിടം വരെ ഒന്ന് വരാമോ? നമ്മുടെ മദൻ്റെ വീട്ടിൽ വരാൻ ചേട്ടാ, കുഴപ്പമില്ല. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല? ഇല്ല, ഞാൻ വരാം. ഞാൻ തേവരയിലെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്. പോവാൻ കഴിയാം. That's actually good. That's actually the right thing to do. Honestly, yeah. ഇങ്ങനൊരു അവസരത്തിൽ അവളോട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറയുന്നതേ മോശമാണ്. I mean, I see the problem, but if വിനയ്, നിനക്കൊന്നും അവളെ വിളിച്ചുകൊണ്ടിരാൻ പറ്റില്ലേ? ഇവിടുത്തെ വണ്ടി മെസ്സേജ് ഞാൻ ഇപ്പോഴാ കണ്ടത് വിനയ്. അത് അവളെ കുറ്റം പറഞ്ഞെടുത്ത തനിക്ക്. ഞാനേ വരാൻ കുറച്ച് വൈകും. എന്നാലും നമ്മൾ ഒരാളെ എടുക്കണ്ടേ? അറിയാം മോളെ ഇവിടെ ഇത്ര വൈകും എന്നുള്ള കാര്യം. എടി ശരി, എന്നാ ഞാൻ വിളിക്കാം കേട്ടോ. കൊണ്ടുവാ സ്പീക്കറിലിട്ട്. നീ കാര്യം പറയടാ. അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നീ വീട്ടിലല്ലേ? അതെ. ഞാൻ ആലുവെത്തി. ഒരു 10 മിനിറ്റ് അങ്ങോട്ട് വരാം. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. കമൽസാറിന്റെ ഷൂട്ടാണ് കങ്കമാരിൽ. ഞാൻ അങ്ങോട്ട് പോണ വഴിയാണ്. കാര്യം കേട്ടാ നീ ഞെട്ടും മോനെ. ഒരു 10 മിനിറ്റ് നിൽക്കേ. അതെ, 10 മിനിറ്റ് കൊണ്ട് വരുമെന്നല്ല പറഞ്ഞേ. നമുക്ക് ആ ചെരുപ്പും ബൈക്കൊക്കെ എടുത്ത് മാറ്റാം. പെട്ടെന്ന് ക്ലീൻ ചെയ്യും. I don't like this. സെൽവൻ ചേട്ടി അങ്ങോട്ട് പോകണം. കസേരൊന്ന് പിടിക്കാൻ സാധ്യത, അല്ലെങ്കിൽ വല്ല വായിച്ചത് കയറും.
ആ ഗ്ലാസ് എടുത്തോ ഗ്ലാസ്. ഇത് ലോക്കാണല്ലോ. ജോളി വന്നടാ, ഇത് പൊക്കി മാറ്റണം. സീനെ ഈ അവൻ വന്ന് ഈ ഹരി വന്നിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിട്ട് ഇവരുടെ മൈൻഡ് മാറും, അങ്ങനെയാണോ കണ്ടിട്ട് അതേപോലെ തോന്നണം. ദാറ്റ് വുഡ് ബി റിയലി സാഡ് ടു വാച്ച്. അതെ, എല്ലാവരും ഫോൺ സൈലന്റ് ആക്കണം. ഇതിനൊരു മര്യാദയ്ക്ക് എൻഡിങ് ഉണ്ടോ? ഓക്കെ ഐ തിങ്ക് ഹാഫേ ആയി. നമുക്ക് അവിടെ പോസ് ചെയ്യാം. പറഞ്ഞോ ഇതൊരു യുണീക്കായിട്ടുള്ള മൂവിയാണ്. ഐ തിങ്ക് ഇതിൻ്റെ റേറ്റിങ്ങിനൊത്ത് പോകുന്നൊരു മൂവിയാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റോറി ഉണ്ട്, നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, ആ ഒരു ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സ് ആണ് കൂടുതലുള്ളത്, സൗണ്ട് എഫക്ട്സ് ഇല്ല, സിനിമാറ്റോഗ്രഫി ഇല്ല, പാട്ടില്ല. ഒരു ജനറലി ഫിലിമിനെ ബോസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ എലമെൻറ്റ്സ്. പണ്ടത്തെ ഫിലിംസിൻ്റെ ഒരു പ്രത്യേകത, അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള പല സാധനങ്ങളില്ല. VFX പോലത്തെ സിനിമാറ്റോഗ്രഫിയോ പല എഫക്ട്സോ ഒന്നുമില്ല. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആണ് കുറേ തിങ്സ് ലൈക്ക് ഫിസിക്കൽ ഹ്യൂമർ, ആക്ച്വൽ ടാലൻറ്റ്, ആക്ടിങ്, സ്ക്രിപ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് എക്സ്ചേഞ്ച്, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഫിലിംസിലോട്ട് വരുമ്പോൾ അത് പലതും വേറെ പല കാര്യങ്ങളുകൊണ്ട് അവർ മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഫിലിംസിൽ. എനിക്ക് പേഴ്സണലി ആ ഒരു പഴയ വേർഷൻ നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ചാർലി ചാപ്ലിൻ തന്നെ ഇപ്പം മോഡേൺ ടൈംസ് എന്ന് പറയുന്നൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. ഈ ഒരു ഫിലിം ഇസ് ലൈക്ക് എന്താ പറയുക, നമ്മുടെ വരണ്ട് കിടക്കുന്ന മരുഭൂമിയിലൊരു കുളിർമഴ പെയ്യുന്ന പോലൊരു ഐറ്റമാണ്. ദിസ് ഈസ് വെരി നൈസ് മാൻ, വെരി ഐ മീൻ വിസ്പറർ 84, ഐ റിയലി ലൈക്ക് ദിസ് മാൻ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് റെക്കമെൻഡേഷൻ. പക്ഷേ ഐ ഫീൽ എ ബിറ്റ് ബാഡ് watching this because this kind of makes me really uncomfortable with like I think this is a good decision what they're making, but I think this is going to go sideways very soon. സാജൻ്റെ ഐ തിങ്ക് ഹരിയുടെ വരവിൽ എന്തോ സംതിങ് കിടപ്പുണ്ട്, അതുകൊണ്ട് ഈ കഥ മാറാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പല ആൾക്കാരുടെ മൈൻഡ് സെറ്റ്, ആ ഒരു പുരാതനമായ മൈൻഡ് സെറ്റൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ചാടിക്കയറിയൊരു തീരുമാനം എടുക്കരുത് എന്നുള്ളതുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ ഈഗോ കയറി വരുന്നുണ്ട്, വിനയുടെ ഈഗോ. അവൻ കുറേ വളച്ചൊടിച്ച് കഥ കുളവാക്കുന്നുണ്ട്, സത്യസത്യം പോലെ പറയാതെ. പിന്നെ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഒരു ബൂർഷ്വ മൈൻഡ് സെറ്റോടുകൂടി സദാചാരം പറയുന്ന ആൾക്കാരും ഈ ട്രൂപ്പിലുണ്ട്. അപ്പം പക്ഷെ അത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ശരിക്കും ഇവർ പല ആൾക്കാരും പറയുന്നതിൻ്റെ പാർട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവർ പറയുന്നതെല്ലാം, പല ആൾക്കാരും പറയുന്നതിൻ്റെ പല പോയിൻറ്റ്സ് മേക്ക് സെൻസ്, ചിലത് ഡസ് നോട്ട് മേക്ക് സെൻസ്. ഭയങ്കര നെഗറ്റീവായുള്ള കാര്യമുണ്ട്. ആൻഡ് ലൈക്ക് ഇഫ് എ ഗേൾ ഗോസ് ടു സംതിങ് ലൈക്ക് ദിസ്, ലൈക്ക് അവരുടെ സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കണമല്ലോ ഒബ്വിയസ്ലി. യാ, this is something else. Okay. I think ഇതിൽ ഏറ്റവും വലിയ കൊല്ലപ്പാവമാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അത് ആദ്യമേ പറയണമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് അത് അവസാനം തൊന്തരമായിട്ട് വരും. Okay, that's it, people. I think we're gonna wrap it up right there for part 1 of Autumn, and we'll watch part 2 of Autumn soon. That'll be it. Thanks for the recommendation, Whisper 84, and I'll see you guys next video. Good night. Goodbye.